പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവിക നീതിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യവർഗത്തിന് പ്രതീക്ഷയുടെ തിരുനാളമാണ് സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലയെ തകർക്കുമെന്നുള്ള ഉറപ്പ്. നൂറുകണക്കിന് വർഷങ്ങൾ ഓടിമാറി, കാലവും കാലചക്രങ്ങളും ഉരുണ്ടു നീങ്ങി, പ്രപഞ്ചത്തിനും സർവ്വചരാചരങ്ങൾക്കും കാതലായ മാറ്റങ്ങൾ സംഭവിച്ചു. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട തൻ്റെ വാക്കിന്റെ വിശ്വസ്തതയ്ക്ക് ഒട്ടും തന്നെ കോട്ടം സംഭവിച്ചില്ല. പൗലോസ്ലീഹ പറയുന്നത്, കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അതെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ഇതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. വർഷങ്ങൾ 1000 കടന്നുപോയാലും തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിന് അവൻ വ്യത്യാസം വരുത്തുകയില്ല. ഈ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് നോക്കുക. തൻ്റെ മക്കളാകുന്ന നമ്മെക്കുറിച്ച് ഈ വിശ്വസ്ത ദൈവം ആഗ്രഹിക്കുന്നത് നാമും വിശ്വസ്തരാകുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, സഭയിൽ, എല്ലായിടത്തും നമുക്ക് വിശ്വസ്തരാകാം. താലന്തുകൾ വ്യാപാരം ചെയ്തവരോടുള്ള യജമാനന്റെ അഭിനന്ദനം. നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. ഞാൻ ഇവിടെ നിന്നെ നിരീക്ഷിക്കുവാൻ ഇല്ലെന്ന് നീ അറിഞ്ഞിരിക്കെ തന്നെ, ഞാൻ ദൂരത്തായിരിക്കെ തന്നെ, ഞാൻ നിന്നെ വ്യാപാരം ചെയ്യുവാനായി ഏൽപ്പിച്ചിട്ട് പോയ താലന്തിൽ നീ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഇനിയും ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ലോകത്തിൽ നമുക്ക് മുകളിൽ വെച്ചിരിക്കുന്ന അധികാരസ്ഥന്മാർക്ക് നാം വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ സ്വഭാവമാകുന്ന വിശ്വസ്തത നമ്മിൽ കൂടി സകല മേഖലകളിലും വെളിപ്പെട്ട് കാണുമ്പോൾ ദിവസം കഴിയുന്തോറും ആത്മാവിന്റെ ഫലമായ വിശ്വസ്തതയും നമുക്ക് സ്വഭാവമാകും.